വട്ടപ്പന്തലിൻ്റെ തൂണ് നീർക്കുന്നത് ധനു 2-നാണ്. പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ആ ധനു 2-ന് മുഹൂർത്തത്തൂണ് നാട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് വർക്കായി. അപ്പോൾ നാട്ടുകാർ മൊത്തം സേവനമായിട്ടാണ് ചെയ്യൽ. ഏകദേശം 111 തൂണുകൾ, അത്ര തന്നെ പടങ്ങുകൾ, 6000 മടൽ ഓല, 1600 മുളകൾ ഉപയോഗിച്ചും കൊണ്ടാണ് വട്ടപ്പന്തൽ പൂർത്തീകരിക്കുന്നത്. ഇപ്പം അത് തൊഴിൽ നമ്മളിപ്പോൾ കൂലി ഒറ്റ ദിവസം ഈ ജനുവരി 26-നാണ് നമ്മൾ ഈ തൂണുകൾ മുഴുവൻ 2 മണിക്കൂർ കൊണ്ട് തീർത്ത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ വന്നിട്ട് സഹായം ചെയ്തു തരുന്നതാണ്. ഇനിയിപ്പം ഈ വരുന്ന 11-ാം തീയതി മുതൽ വീണ്ടും ഇതിൻ്റെ പണി തുടങ്ങും. അത് കൂലിപ്പണിയാണ്. ഏകദേശം ഒരു 101 ആൾക്കാരുടെ പണി ഇതിനകത്ത് വരും. അങ്ങനെ ഒരു മാർച്ച് 2nd വീക്കോട് കൂടിയിട്ട് വട്ടപ്പന്തലിൻ്റെ പണി പൂർത്തിയാവും. വിഷുവിളക്ക് ഉത്സവം എന്ന് പറയുന്ന അമ്മയുടെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണത്തിനാണ് വട്ടപ്പന്തൽ ഒരുങ്ങുന്നത്. എല്ലാ ദേശത്തു നിന്നും കാഴ്ചവരവ്, അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗം, ഇതൊക്കെ ഈ ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്നതാണ്. 2-ാം തീയതി ചെറുകുന്ന് ദേശവാസികളുടെ കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവും. 3-ാം തീയതി കണ്ണപുരം ദേശവാസികളുടെ വക കാഴ്ചയും കരിമരുന്ന് പ്രയോഗവും. 4-ാം തീയതി ഇരിണാവ് ദേശവാസികളുടെ വക കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവും. 6-ാം തീയതി പ്രശ്നി മടപ്പുര വക കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവും ആണ് ഇവിടെ നടത്താറ്. 7-ാം വിളക്കിന് രാവിലെ അന്നപൂർണേശ്വരി സേവാ സമിതിയുടെ വക കരിമരുന്ന് പ്രയോഗമുണ്ട്. ആ വെടിക്കെട്ട് അമ്മ കണ്ടും കൊണ്ട് വേണം അകത്തേക്ക് എഴുന്നള്ളാൻ. വെടിക്കെട്ട് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ മുമ്പിൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വെടിക്കോട്ടയാണ്. അവിടെ അമ്മ ഇരുന്നു കൊണ്ട് വെടി കാണണം എന്നുള്ളതാണ് ഇവിടുത്തെ രീതിയും ചിട്ടകളും പണ്ടേ ഇല്ല ചട്ടങ്ങളും. അപ്പോൾ അതുപ്രകാരമാണ് ഇവിടെ കരിമരുന്ന് പ്രയോഗം നടക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ കേസിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ അപ്പുറത്തെ വർഷവും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിഴ ചുമത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും വന്ന് കാഴ്ച കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും അവർക്കും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാരണവശാലും ഇവിടുത്തെ കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അത് ഇവിടുത്തെ ആചാരങ്ങളിൽപ്പെട്ട ഒരു രീതിയാണ്. അത് ഒഴിവാക്കിയാൽ നമുക്ക് ഉത്സവത്തിന് പുറത്തൊക്കെ ഇറങ്ങാൻ കഴിയില്ല. പുറത്തിറങ്ങിയാൽ കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. വട്ടപ്പന്തലിൻ്റെ പ്രാധാന്യം ഇതാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയാണ്. ഉത്സവം അമ്മരെ വിവാഹ നാൾ നടക്കുകയാണ്. അമ്മരെ 2 അനിയത്തിമാരുണ്ട്. ഒന്ന് മാടായിക്കാവിലമ്മയും ഒന്ന് കളരിവാതിക്കലമ്മയും. ആ 2 അമ്മമാരിൽ നിന്നും തിരുവാഭരണം അമ്മരെ കല്യാണത്തിന് തലേന്ന് ഇവിടെ കൊണ്ടുവരും. വിഷു സംക്രാന്തിക്ക് തലേന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏൽപ്പിക്കണം എന്നാണ്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അവരത് ആദ്യം കല്യാണം നടന്നിരിക്കുന്നത്. അപ്പോൾ അമ്മ അപ്പനോട് ചോദിച്ചുമ്പോൾ എൻ്റെ കല്യാണത്തിന് ഇടുന്ന എനിക്ക് ആഭരണം തരുവാന്ന്. അപ്പോൾ ആ അപ്പം പറഞ്ഞ പോലും നിൻ്റെ കല്യാണത്തിന് ഇവർ 2 അനിയത്തിമാരും കൊണ്ടുതരുന്നു. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു മഹാക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ 2 നേരവും അന്നദാനം നടത്തുക. ഉച്ചക്കും രാത്രിക്കും വരുന്നവർക്കൊക്കെ അന്നദാനം നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഇത്. ഇപ്പോഴാണ് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം നടക്കുക. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം തൊട്ട് തന്നെ അമ്മ 1000 തെങ്ങിൽ വന്ന് ഇറങ്ങിയ ആ നിമിഷം തൊട്ട് അന്നദാനം തുടങ്ങിയതാണ് ഈ ക്ഷേത്രത്തിൽ.